നിർബന്ധിത തൊഴിൽ വഴിയുണ്ടാകുന്ന ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തടയുന്നതിൽ പരാജയപ്പെട്ടെന്നാരോപിച്ച് ഇന്ത്യ ഉൾപ്പെടെയുള്ള 54 രാജ്യങ്ങൾക്കുമേൽ 12.5% അധിക നികുതി ചുമത്തുവാൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ട്രേഡ് റെപ്രസെന്റേറ്റീവ് ശുപാർശ ചെയ്തു. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള നിർണായക വ്യാപാര ചർച്ചകൾ ചൊവ്വാഴ്ച ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ബുധനാഴ്ച അമേരിക്കയുടെ അപ്രതീക്ഷിത നീക്കം. പാകിസ്ഥാൻ, കാനഡ, യൂറോപ്യൻ യൂണിയൻ, മെക്സിക്കോ, ഇന്തോനേഷ്യ, ഇക്വഡോർ എന്നീ രാജ്യങ്ങൾക്ക് 10% എന്ന കുറഞ്ഞ നികുതി നിരക്കാണ് US നിർദ്ദേശിച്ചിട്ടുള്ളത്. നിർബന്ധിത തൊഴിൽ ചൂഷണത്തിനെതിരെ നടപടിയെടുക്കാൻ രാജ്യങ്ങൾ സന്നദ്ധത പ്രകടിപ്പിച്ചതിനാലാണ് ഇളവ്. നിർബന്ധിത തൊഴിൽ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി നിയമപരമായി നിരോധിക്കുന്നതിലും അത് നടപ്പിലാക്കുന്നതിലും ഇന്ത്യ പരാജയപ്പെട്ടു. ഇന്ത്യയുടെ നടപടികൾ ന്യായമില്ലാത്തതും USന്റെ വാണിജ്യ മേഖലയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്നതുമാണെന്ന് USTR വ്യക്തമാക്കി. ഈ നിർദ്ദിഷ്ട നികുതികൾ 2026 ജൂലൈ 7 മുതൽ പ്രാബല്യത്തിൽ വന്നേക്കും. ഈ നീക്കത്തിനുമേൽ പൊതുജനങ്ങളുടെ അഭിപ്രായം തേടുകയാണ് US ഇപ്പോൾ. പൊതുജനങ്ങൾക്ക് ലിഖിതമായ അഭിപ്രായം അറിയിക്കാനുള്ള അവസാന തീയതി ജൂലൈ 6-നാണ്. തൊട്ടടുത്ത ദിവസമായ ജൂലൈ 7-ന് ഇതുമായി ബന്ധപ്പെട്ട് പൊതു ഹിയറിംഗ് നടക്കും. നേരത്തെ അമേരിക്ക ഏർപ്പെടുത്തിയ ഇന്റർനാഷണൽ എമർജൻസി ഇക്കണോമിക് പവേഴ്സ് ആക്ട് നികുതികൾ ഏറ്റവും കൂടുതൽ ബാധിച്ച രാജ്യങ്ങളിൽ ഒന്നായിരുന്നു ഇന്ത്യ. ഈ നികുതികൾ പിന്നീട് നിയമവിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. മുൻപ് ട്രംപ് ഭരണകൂടം ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് ഇന്ത്യക്ക് മേൽ 50% വരെ നികുതി ചുമത്തിയിരുന്നു. ഇത്തരം കടുത്ത നടപടികൾ കാരണം വിദേശ നിക്ഷേപകർ ഇന്ത്യയിൽ നിന്ന് പിന്മാറുകയും ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിൽ വൻ ഇടിവ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ രൂപയുടെ മൂല്യം ഏകദേശം 12%-ഓളമാണ് ഇടിഞ്ഞത്. ഇപ്പോൾ പ്രഖ്യാപിച്ച സെക്ഷൻ 301 പ്രകാരമുള്ള നികുതികൾ മുൻപത്തേക്കാൾ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കിയേക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇന്ത്യ കുറയ്ക്കണമെന്നും അമേരിക്കയുടെ ജനിതക മാറ്റം വരുത്തിയ കാർഷിക ഉൽപ്പന്നങ്ങൾ അംഗീകരിക്കണമെന്നുമുള്ള USന്റെ ആവശ്യങ്ങളാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാർ വൈകാൻ കാരണം. എന്നാൽ വ്യവസായ ഉൽപ്പന്നങ്ങളുടെയും കാർഷിക ഉൽപ്പന്നങ്ങളുടെയും നികുതി ഇന്ത്യ കുറയ്ക്കുമെന്ന് ഫെബ്രുവരിയിലെ സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യ $500 ബില്യൺ US ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചുവെന്ന് US ആദ്യം അവകാശപ്പെട്ടിരുന്നുവെങ്കിലും പിന്നീട് ഇന്ത്യയുടെ വിയോജിപ്പിനെ തുടർന്ന് ഇത് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുവെന്ന് തിരുത്തി US പുതിയ ഫാക്ട് ഷീറ്റ് ഇറക്കിയിരുന്നു. അതേസമയം ഒമാനുമായുള്ള സ്വാതന്ത്ര്യ വ്യാപാര കരാർ യാഥാർത്ഥ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട് തിങ്കളാഴ്ച നടന്ന വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യൻ കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ സംസാരിച്ചിരുന്നു. അമേരിക്കയുമായുള്ള വ്യാപാര ചർച്ചകൾ ഏതാണ്ട് പൂർത്തിയായതായും പ്രാഥമിക കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചതായും അദ്ദേഹം അറിയിച്ചു. ഈ മാസം അവസാനം US ട്രേഡ് റെപ്രസെന്റേറ്റീവ് ജാമിസൺ ഗിയറുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും കൂടുതൽ വിപുലമായ ഉഭയകക്ഷി ചർച്ചകൾ തുടരുമെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തുനിന്നും പുതിയ നീക്കമുണ്ടായിരിക്കുന്നത്.